മദീനയിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലുള്ള പരിശുദ്ധമായൊരു റബീഉൽ അവ്വലിൽ മദീനയിലേക്ക് കടന്നു വന്നപ്പോ അന്നാണ് അൻസ്വാരികൾ വീടുകൾ മുഴുവനും അലങ്കരിച്ചത്. അന്നാണ് അവർ ദഫ്മുട്ടിയത്. അന്നാണ് നബിക്ക് വേണ്ടി പുകഴ്ത്തി പാടിയത്. 200ഓളം വരുന്ന പാട്ടുകാർ, അല്ലാഹുവിന്റെ റസൂലിനെ പാടാനുള്ള പാട്ടുകാർ മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ നേതാവാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അവർക്ക് പാടാൻ വേണ്ടി ഒരു മിമ്പർ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നുവല്ലോ, ഹബീബിനെ പറ്റി പാടാൻ വേണ്ടി. അതാണ് മദീന. وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء وأجمل منك അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ലം തറ ഖത്തു ഐനി എന്റെ കണ്ണൊരിക്കലും കണ്ടിട്ടില്ല നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് പാടിയതാണത്. وأجمل منك لم تر قط عيني അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. وأحسن منك لم تلد النساء അങ്ങയേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء യാതൊരു ന്യൂനതയുമില്ലാതെ അല്ലാഹു അങ്ങയെ പടച്ചത് കാണുമ്പോൾ അങ്ങ് എങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത്, അങ്ങ് എങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അല്ലാഹു പറഞ്ഞേച്ച പോലെ എന്ന് നിബിതങ്ങളോട് പാട്ടുപാടിയ സ്വഹാബിയാണ് മദീനക്കാരനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനക്കാർ പാട്ടുപാടിയതാണ്. റബീഉൽ അവ്വൽ നമ്മുടെ മക്കൾ പാട്ടുപാടുന്നത്. ഹുബ്ബുൽ അൻസാരി ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാനിന്റെ അടയാളം അൻസ്വാരികളോട് സ്നേഹം വെക്കലാണ്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ. കപടവിശ്വാസത്തിന്റെ അടയാളം അൻസ്വാരികളോട് ദേഷ്യപ്പെടലാണ്, അവർ ചെയ്തത് ഇഷ്ടപ്പെടാതിരിക്കലാണ്. അൻസ്വാരികളോട് ഇഷ്ടം വെക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പാട്ടുപാടി അന്നത്തെ നാളിലാണ് 4 കാര്യം നബി ചെയ്തത്. 4 വിഷയം നബി ചെയ്തിട്ടുണ്ട്. 4 വിഷയം പറയുകയും ചെയ്തു. ആ പറഞ്ഞത് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നബി 4 കാര്യമാണ് ആദ്യമായി മദീനയിൽ ചെയ്തത്. ആദ്യമായി ചെയ്തത് പരിശുദ്ധമായ ഖുബാ പള്ളി എടുക്കുകയാണ്, മസ്ജിദ് ഖുബാ. രണ്ടാമത് ചെയ്തത് മുഹാജിറുകളെയും അൻസാരികളെയും ഒരു പാവപ്പെട്ട ഒരാളെ മദീനയിലെ ഒരു മുതലാളി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത് ചെയ്തത് അവിടെ തമ്മിൽ തള്ളിയിരുന്ന 2 കുടുംബങ്ങളുണ്ട്, ഔസും ഖസറജും, അവരെ യോജിപ്പിക്കുകയാണ്. നാലാമത് പറഞ്ഞത് അലൈക്കും ബിസ്സൂഖ്, ബിസിനസ് ചെയ്യണം, അങ്ങാടിയിലേക്ക് പോകണം, മാർക്കറ്റിലേക്ക് പോകണം. ലാ തദഉഹാ ലിൽ യഹൂദ്, ജൂതന്മാർക്ക് നിങ്ങൾ അങ്ങാടികൾ വിട്ടുകൊടുക്കരുത്. മുസ്ലിമീങ്ങൾ കച്ചവടം ചെയ്യണം, മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം. അവരുണ്ടാകുമ്പോൾ മയക്കുമരുന്ന് അവിടെ വിൽക്കപ്പെടില്ല, അവരുണ്ടാകുമ്പോൾ മദ്യപാനം അവിടെ ഉണ്ടാകില്ല. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വഞ്ചന ചെയ്യില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അങ്ങാടികളിൽ പോയി ബിസിനസ് ചെയ്യുവിൻ. പള്ളി ഉണ്ടാക്കുക, അല്ലാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്യുക. ബിസിനസ് ഉണ്ടാക്കുന്നത്, സാമ്പത്തികമായ ഭദ്രതയുണ്ടാകുന്നത്. മുഹാജിറുകളും അൻസാരികളെയും നബി സ്വീകരിക്കാൻ പറഞ്ഞത്. അൻസാരി ഓരോ മുതലാളിയും ഒരു പാവപ്പെട്ട സ്വഹാബിയെ, മുഹാജിറിനെ, മക്കയിൽ നിന്ന് വന്ന സ്വഹാബിയെ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു. ചാരിറ്റി പ്രവർത്തനം. നാലാമത്തേത് സമാധാനം. പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഇരുത്തിയിട്ട് സമാധാന ചർച്ചകൾ ആരംഭിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യമാണ് ചെയ്തത്. നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. പറഞ്ഞ 4 വിഷയങ്ങളിലാണ് നമ്മളുള്ളത്. ആദ്യമായി പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അഫ്ശുസ്സലാം. 2 അത്ഇമുത് തുആം. 3 സിലുൽ അർഹാം. അത്രലായിട്ടുള്ളൂ അല്ലേ? മൂന്നാമത്തേതിലാണ് നമ്മൾ നിൽക്കുന്നത്. സിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർത്തേണമേ. കുടുംബ ബന്ധം ചേർത്തണം.
വാപ്പ, ഉമ്മ, വല്യാപ്പ, വല്യമ്മ, വാപ്പയുടെ പെങ്ങന്മാര്, ആങ്ങളമാര്, ഉമ്മയുടെ സഹോദരിമാര്, ജ്യേഷ്ഠത്തിമാര്, ആങ്ങളമാര്, ഭർത്താവ്, ഭർത്താവിന്റെ ഉപ്പ, ഉമ്മ, ഭർത്താവിന്റെ ഭാര്യയെ സംബന്ധിച്ച് ഭാര്യയുടെ ഉമ്മ, ഉപ്പ, അവരുടെ കുടുംബം, ഇതൊക്കെ നിങ്ങളുടെ രക്തബന്ധമുള്ള ആളുകളാണ്. അവരോട് നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തണം. എന്തരുത്? മുറിക്കരുത്. അള്ളാഹു അർശിനെ സൃഷ്ടിക്കുകയും അവന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞ ഉടനെ അർശിന്റെ മേൽ തൂങ്ങിപ്പിടിച്ചൊരു സാധനം പറഞ്ഞു, അള്ളാഹുവേ ഹാദാ മഖാമുൽ ആഇദ് ബിക മിനൽ ഖത്വീഅ, അല്ലാഹുവേ എന്നെ മുറിച്ചു കളയാതെ സൂക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടെ നിന്നോട് കാവൽ ചോദിക്കട്ടെ. നോക്കുമ്പോൾ അത് അർറഹിമു, കുടുംബ ബന്ധമായിരുന്നു. കുടുംബ ബന്ധം എന്നെ മുറിക്കാതെ നോക്കണേ അല്ലാഹു പറഞ്ഞു, കുടുംബ ബന്ധമേ അമാ തർദൈന, നിനക്കിഷ്ടമാകില്ലയോ അൻ അസ്വില മൻ വസലകി, നിന്നെ ചേർത്തുന്നവരോട് ഞാൻ ബന്ധം ചേർത്തുകയും നിന്നോട് മിണ്ടാത്തവരോട് പിണങ്ങിയവരോട് ഞാൻ പിണങ്ങുകയും ചെയ്യുന്നത് പോരയോ കുടുംബ ബന്ധമേ? ബലായ റബ്ബ്, മതി അല്ലാഹുവേ എന്ന് മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുമ്പേ കുടുംബ ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ സ്വഹീഹായ ഹദീസ്